ഞങ്ങളിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അവിടെ ഒരു മാടായിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നുക തമിഴ്നാട്ടിലെല്ലാം പോകുന്നൊരു പ്രതീതിയാണ്. കാരണം വീടുകളോ മറ്റുള്ള ഷോപ്പുകളോ ഒന്നുമില്ല. വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലം. ഒരു ഭാഗത്ത് ഇങ്ങനെ പാറകളാണ്. പാറ എന്ന് വെച്ചാൽ ഉയർന്ന പാറകളല്ല, നിലത്തിങ്ങനെ പാറ പോലത്തെ ഒരു സ്ഥലമാണ്, കല്ലൊക്കെ ആയിട്ടുള്ള. പിന്നെ ഒഴിഞ്ഞ പറമ്പുകളാണ് മൊത്തം, കാണുന്നില്ലേ? ഒഴിഞ്ഞ പറമ്പുകളാണ് എല്ലാം കാണുന്നത്. അവിടെ ഒന്നും ഒരു ഷോപ്പും ഒന്നുമില്ല. ഇങ്ങനെ ഒഴിഞ്ഞൊരു വഴി കൂടിയാണ് നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ പറമ്പുകളാണെന്നാണ് നമ്മളോടടുത്ത് ഒരാൾ പറഞ്ഞത്. മാടായിപ്പറമ്പ് ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ശിവക്ഷേത്രത്തിലേക്കാണ്. അങ്ങോട്ടുള്ള വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തിത്തുടങ്ങി. ഈ കാണുന്നതാണ് ക്ഷേത്രം. അകലെന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. വളരെ പഴയതാണ്. പരിസരത്ത് വേറെ കടകളൊന്നും മറ്റും അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ കട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അല്ല, അത്ര വലിയ തിരക്കൊന്നുമില്ല. ക്ഷേത്ര പരിസരമാണ് ഈ കാണുന്നതെല്ലാം. ഒരുപാട് പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തൂണുകളൊക്കെയാണ്. പക്ഷേ ക്ഷേത്രം വളരെ പഴയതാണ്. അതിൻ്റെ പരിസരമൊക്കെ വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. പക്ഷെ അവിടെ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അങ്ങനെ തിക്കും തിരക്കോ ബഹളങ്ങളൊന്നുമില്ല. വളരെ സൈലൻ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ. അവിടെ കുറേ തൂണുകളിലൊക്കെ ഭയങ്കര ചിത്രകലകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കണ്ടില്ലേ, അമ്പലത്തിൻ്റെ കല്ലുകളൊക്കെ പഴയതാണ്, പണ്ടത്തെയാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് കണ്ടാൽ തന്നെ അറിയാം. അല്ലാതെ ഇപ്പോഴൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഈ തൂണുകളും ചിത്രങ്ങളും ഒക്കെയാണ് മാത്രം പുതിയതേ ഉള്ളൂ.
പരിസരത്ത് ആകെ ഒരു കടയുള്ളൂ. ആ കടയാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഉള്ളത് അമ്പലത്തിലേക്കുള്ള ചന്ദനത്തിരി, എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. ഒരൊറ്റ കടയുള്ളൂ. പിന്നെ വേറെ ഇവിടെ കടകളൊന്നുമില്ല. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോന്നു. ഇനി ഞങ്ങൾ പോകുന്നത് മാടായിക്കാവ് ദേവി ക്ഷേത്രമുണ്ട്, അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടുന്ന് ശിവക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോന്നു. ഇതാണ് മാടായിക്കാവ് ഭഗവതി ക്ഷേത്രം. നമ്മളിപ്പോൾ ഭഗവതി ക്ഷേത്രത്തിലെത്തി. നമ്മൾ വഴിപാട് ചീട്ടാക്കിയപ്പോൾ കിട്ടിയ പ്രസാദമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പയറുണ്ട്, ചിക്കനുണ്ട്, നാളികേരക്കൊത്ത്, പിന്നെ ഇത് ഭസ്മം, പിന്നെ ചുവന്ന കുങ്കുമം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള പ്രസാദങ്ങൾ. ഈ പ്രസാദം നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ വേറെ ക്ഷേത്രങ്ങളുണ്ടോയെന്ന് നമുക്കറിയില്ല, അവിടെ കണ്ടിട്ടില്ല. മെയിനായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ചിക്കനും പയറും നാളികേരക്കൊത്തും. അത് ചിക്കനതിൽ ചതച്ചിട്ടിട്ടാണ്. അതാണ് നമുക്ക് അകം വഴിപാട് എന്നിട്ട് അകമ്പുറം വഴിപാടുണ്ട്. ആ വഴിപാട് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ പ്രസാദം. അതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ശരിയായിട്ടുള്ള പേര് മാടായിക്കാവ് തിരുവാർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് കാണുന്നത്.
ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂടെ തന്നെയാണ് നമ്മൾ ആദ്യം പോയ ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ റോഡിൽ കൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ റോഡിൽ നിന്നുള്ള വ്യൂസാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു പഴയ ക്ഷേത്രമാണ്. അപ്പം അതിൻ്റെ പരിസരങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശവും അതിൻ്റെ അടുത്തുള്ള പുഴയൊക്കെയാണ് ഈ കാണുന്നത്. പഴയ ക്ഷേത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വല്ലാതെ ഇഷ്ടപ്പെടും. കാരണം ഇത് അത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത് പ്രകൃതിയിൽ. കാരണം വേറെ ബിൽഡിങ്ങുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വീടുകളില്ല, ഒന്നുമില്ല. വളരെ സൈലൻ്റുള്ളൊരു ഏരിയ. ചുറ്റും ഒഴിഞ്ഞു കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ, അതിങ്ങനെ ചെറിയ ചെറിയ കല്ല് പോലെ, കല്ലുമ്പുറത്ത് കൂടെ നടക്കുന്ന പോലെ കാണുന്നത്. പിന്നെ പുഴ, പിന്നെ ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ വളരെ അപൂർവമായിട്ട് വാഹനങ്ങൾ വരുന്നുള്ളൂ. കാരണം ആ പരിസരത്തൊന്നും കാര്യമായിട്ട് വീടുകളൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് അങ്ങോട്ട് ദൂരോട്ട് മാറിയിട്ടാണ് വീടുകൾ കാണുന്നത്. അത് കുറച്ച് അധികം അങ്ങോട്ട് പോകണം. ഈ പരിസരത്ത് എവിടെയും വീടൊന്നുമില്ല. അതൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അധികമുള്ളത്. പിന്നെ റോഡ് കുറേ അങ്ങോട്ട് പോകുന്നില്ല. അത് പോയി കഴിഞ്ഞാൽ വീടുകളുണ്ടായിരിക്കാം. ഈ ഭാഗത്തൊന്നും വീടൊന്നുമില്ല, ഇവിടെ ഒന്നും കാണില്ല. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പുഴകളും മാത്രമേ. എന്തായാലും ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം എന്തായാലും. കാരണം വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പുതുതായിട്ട് പണികളൊന്നും ചെയ്തിട്ടില്ല. അവിടെ വേറെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ യാത്ര ചെയ്യാം.